ബി.ജെ.പി. തൃശൂർ ജില്ലാ പ്രസിഡന്റ് കെ അനീഷ് കുമാർ സ്ഥിരം കുറ്റവാളി എന്ന് പോലീസിന്റെ റിപ്പോർട്ട്. അനീഷ് കുമാറിനെതിരെ പോലീസ് 107 വകുപ്പ് ചുമത്തി കേസെടുത്തു. കള്ളക്കേസാണെന്നും പോലീസ് ഉദ്യോഗസ്ഥർ മറുപടി പറയേണ്ടി വരുമെന്നും ബി.ജെ.പി. നേതൃത്വം പ്രതികരിച്ചു. എം.എസ്. ലിഷോയ് ചേർന്നു. ലിഷോയ്, സാധാരണ രാഷ്ട്രീയ പ്രവർത്തകർക്ക് നിരവധി കേസുകൾ പലപ്പോഴും ഉണ്ടാകാറുണ്ട്. ഇങ്ങനെ ഒരു 107 വകുപ്പ് ചുമത്തുന്ന പതിവില്ലാത്ത സ്ഥിതിക്ക് എങ്ങനെയാണ് അതിനോട് ബി.ജെ.പി. പ്രതികരിക്കുന്നത്? പോലീസിന്റെ ഭാഷ്യം എന്താണ്? അതായത് നിരവധി കേസുകളിൽ പ്രതിയാണ്, സ്ഥിരം കുറ്റവാളിയാണ്, പ്രശ്നക്കാരനാണ് എന്നീ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് പോലീസ് 107 വകുപ്പ് ജില്ലാ പ്രസിഡന്റിനെതിരെ ചുമത്തിയിരിക്കുന്നത്. ഇതിനെതിരെ ശക്തമായി രാഷ്ട്രീയപരമായും നിയമപരമായും നേരിടുമെന്നാണ് നിലവിൽ ബി.ജെ.പി. അറിയിച്ചിരിക്കുന്നത്. നേരത്തെ പ്രധാനമന്ത്രിയുടെ വരവിന് ശേഷം തൃശ്ശൂരിലെ പൊതുസമ്മേളനത്തിന് ശേഷം ഈ കെ എസ് യു പ്രവർത്തകരുമായി ബി.ജെ.പി. പ്രവർത്തകർ സംഘർഷമുണ്ടായിരുന്നു. ഈ സംഭവത്തിന്റെ അടിസ്ഥാനത്തിലാണ് ആദ്യമായി കേസെടുത്തത്. എന്തായാലും 107 വകുപ്പ് പ്രകാരം സാധാരണഗതിയിൽ ജില്ലാ പ്രസിഡന്റുമാർക്കെതിരെയും അതുപോലെ തന്നെ മറ്റ് നേതാക്കന്മാർക്കെതിരെയും ഒന്നും തന്നെ കേസെടുക്കാറില്ല. കാരണം അത് സ്ഥിരം കുറ്റവാളികൾക്കും ക്രിമിനൽ പശ്ചാത്തലമുള്ളവർക്കും എതിരെ എടുക്കുന്ന ഈ വകുപ്പാണ്. അതുകൊണ്ട് തന്നെ ഇത് രാഷ്ട്രീയ ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണെന്നാണ് ബി.ജെ.പി. നേതൃത്വം വ്യക്തമാക്കുന്നത്. പോലീസ് ഇത് സംബന്ധിച്ച് കോടതിയിൽ റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. നാളെ രാവിലെ 11 മണിക്ക് കോടതിയിൽ ഹാജരാകാൻ ബി.ജെ.പി. ജില്ലാ പ്രസിഡന്റ് കെ അനീഷ് കുമാറിന് നിർദ്ദേശവും ലഭിച്ചിട്ടുണ്ട്. ഈ ഗൗരവ സ്വഭാവമുള്ള, അതീവ ക്രിമിനൽ സ്വഭാവമുള്ള കേസുകൾ ഏതെങ്കിലും ഉണ്ടോ? അതോ സാധാരണ രാഷ്ട്രീയ പ്രവർത്തകർക്കുണ്ടാകുന്ന കേസുകളാണോ? അവരുടെ എണ്ണം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണോ ഇങ്ങനൊരു നടപടി? സാധാരണ രാഷ്ട്രീയ പ്രവർത്തകർക്കുണ്ടാകുന്ന സമരം ചെയ്യുമ്പോഴും മറ്റും എടുക്കുന്ന കേസുകൾ മാത്രമാണ് ഉള്ളത്. അതിനപ്പുറത്തേക്ക് മറ്റ് ഗുരുതരമായ പ്രശ്നങ്ങളൊന്നും തന്നെയുള്ള വകുപ്പുകൾ ഗുരുതരമായ കുറ്റങ്ങളൊന്നും തന്നെ ചെയ്തിട്ടുള്ള നിലവിൽ കേസുകളൊന്നും തന്നെ ബി.ജെ.പി. ജില്ലാ പ്രസിഡന്റിനെതിരെ ഇല്ല. പക്ഷേ ഇത് ഇത്തരത്തിലൊരു സംഭവം എന്തുകൊണ്ടാണെന്നുള്ള കാര്യത്തിൽ ഈ ബി.ജെ.പി. നേതൃത്വത്തിനും വ്യക്തതയില്ല. കാരണം ഇന്ന് ആണ് ഇത് സംബന്ധിച്ച് അറിയിപ്പ് ബി.ജെ.പി. നേതൃത്വത്തിന് ലഭ്യമായിരിക്കുന്നത്. നാളെ കോടതിയിൽ ഹാജരാവണം എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള ഈ നോട്ടീസാണ് ഇന്നിപ്പോൾ ലഭ്യമായിരിക്കുന്നത്.